ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പിന്നെ നേഹ മാത്യു തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ കുറേ കാലമായി നമ്മളൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നിട്ട് ലാസ്റ്റ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇട്ട റിവ്യൂ 2018 ആയിരുന്നു. അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു, ഭയങ്കര ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ 2018 ശേഷം വേറൊരു ബാങ്കർ മൂവിയാണ് ധൂമം എന്ന് പറയുന്ന മൂവി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് സ്റ്റാർ ചെയ്തേക്കുന്നത് നമ്മളെ സ്വന്തം ഫഹദ് ഫാസിൽ, റോഷൻ മാത്യൂസ്, അപർണ ബാലമുരളി, വിനീതുമാണ്. വിനീതിൻ്റെ ഈ അടുത്തത്തെ ക്യാരക്ടർ, അതായത് നമ്മുടെ പാച്ചുവും അത്ഭുത വിളക്കിലൊക്കെ ക്യാരക്ടറൊക്കെ ഭയങ്കര നല്ലതായിരുന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വിനീതാണ് ഇതിനകത്ത് വേറൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഹൊംബാലെ ഫിലിംസ് ആണ്. നമ്മുടെ സ്വന്തം കാന്താര പ്രൊഡ്യൂസ് ചെയ്ത സെയിം പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് പ്രൊഡക്ഷൻ കമ്പനിയായ ഹൊംബാലെ തന്നെയാണ് ധൂമം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഈ സിനിമ, നമ്മുടെ പറഞ്ഞ പോലെ മറ്റേ റോഷൻ മാത്യൂസ് എല്ലാം അഭിനയിക്കുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ ട്രെയിലർ കണ്ടിട്ടില്ല. ട്രെയിലർ ഓൾറെഡി വൻ ട്രെൻഡിങ് ആണ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും പോയി കാണാം. അതിനോട് ഞാൻ റിയാക്ട് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ട്രെയിലർ കാണാൻ, കാരണം ഇത് റിലീസ് ചെയ്യാൻ പോവാണ്. ഈ മാസം തന്നെ അവസാനം റിലീസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോയി കാണാം. സൗണ്ടൊക്കെ കൂട്ടി വെക്കട്ടെ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും തിരക്കുണ്ടെന്നറിയാം. സോ ഐ കീപ് ഇറ്റ് ഷോർട്ട്. നമ്മുടെ തിയേറ്ററുകളിൽ കാണിക്കുന്ന പബ്ലിക് സർവീസ് ആഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാ തിയേറ്ററിലും, എല്ലാ സിനിമയ്ക്കും, എല്ലാ ഷോയ്ക്കും മുമ്പ് ഈ ആഡ് പ്ലേ ചെയ്യണം. താൻ എന്താ പറഞ്ഞു വരുന്നത്? സിറപ്പ് ഇതേ ആഡ് ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ള രീതിയിൽ നമ്മൾ എടുത്താലും. ഹൊംബാലെ ഫിലിംസ് ഇപ്പോൾ സംതിങ് റിലേറ്റഡ് സ്മോക്കിംഗ് ആഡിനെ പറ്റിയിട്ട് എന്തോ ആണല്ലോ. അതും നമ്മളെ ഇപ്പോൾ കണ്ട ആഡ് നമുക്കെല്ലാവർക്കും, നമ്മൾ ഏത് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാലും, എവിടെ പരിപാടി അവതരിപ്പിച്ചതെന്ന് പറയുന്നില്ല, ഏത് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാലും ആദ്യം അവർ കാണിക്കും സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് ലീഡ്സ് ടു ഡെത്ത് ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ആ ആഡ് കാണിക്കും. അപ്പോഴത്തേക്കും നമ്മളെ സ്ഥിരം നമ്മളെപ്പോൾ സിനിമയ്ക്ക് പോയാലും കണ്ട് നമ്മുടെ മനസ്സിൽ രജിസ്റ്റേർഡ് ആണ് ആ ആഡ് എന്താണെന്നുള്ളത്. അച്ഛൻ വരുന്നു, മകളുടെ അടുത്ത് നിന്ന് മരിക്കാൻ നോക്കുന്ന ആ സംഭവമൊക്കെ. അപ്പോൾ എന്താണ് ഇത് ആഡ് എന്തോ നല്ല രീതിയിൽ കാണിക്കാമെന്നാണ് പറയണേ. Something fishy. Ah. റോഷൻ മാത്യു. പുതിയ ഫോൺ, പുതിയ കാറ്, വലിയ വീട്, ഫോറിൻ ഹോളിഡേസ്, ഇതിനെല്ലാം ഉള്ള ഉത്തരമാണ്. I think it's interesting. I swear I'm shooting. Plan cancel. നമ്മളെ ആരും ട്രാക്ക് ചെയ്തിരിക്കാതെ ഇവരെല്ലാവരും ഈ കാശ് തരാം. KGF. സമയം വാ. ഇനി ഏത് രണ്ടുപേരും കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവാ. ഞങ്ങളെത്തി. There's nothing money can't buy. This is personal, man. ഒരു ഷോർട്ട് ടേം ഗെയിമിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ലോങ് ടേം ലോയൽ കസ്റ്റമറാണ്. എന്താ നടക്കുന്നേ? പുതിയ ഫോൺ, പുതിയ കാറ്, വലിയ വീട്, ഫോറിൻ ഹോളിഡേസ്, ഇതിനെല്ലാം ഉള്ള ഉത്തരം ഗെറ്റിംഗ് റിച്ച്, വെരി വെരി റിച്ച്. ധൂമം. ഇങ്ങനെയാണ് താൻ എന്നെ ഇംപ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ എം നോട്ട് അറ്റ് ഓൾ ഇംപ്രസ്ഡ്. റിലീസിങ് ഓൺ 23rd June. ഗെറ്റിംഗ് റിച്ച്, വെരി വെരി റിച്ച്. അത് സത്യമാണ്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് ശരിയാണ്. നമ്മളീ പറയുന്ന ഫഹദ് ഫാസിലിനകത്ത് പറഞ്ഞേക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ചെയ്യണമെങ്കിൽ ഗെറ്റിംഗ് റിച്ച്, വെരി വെരി റിച്ച്. എന്തായാലും നമ്മൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞു. ഒരു എന്താ പറയുക, ബാക്ക് വിത്ത് എ ബാക്ക് എന്നൊക്കെ പറയുന്ന പോലത്താണ് ഫഹദ് ഫാസിലിൻ്റെ ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമകളൊക്കെ അത്യാവശ്യം നല്ല റണ്ണിങ് ആയിട്ടുള്ള സിനിമകളാണ്. ഇപ്പം ഞാനും പാച്ചു അത്ഭുതമൊക്കെ കണ്ടാണ് എനിക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടൊക്കെ തോന്നിയിട്ടാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടൊക്കെ. അപ്പോൾ പിന്നെയും ആ ഒരു കോംബോ ആണ് ഫഹദ് ഫാസിൽ, അപർണ ബാലമുരളി, റോഷൻ മാത്യൂസ്, വിനീത്. എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. 23rd ഞാൻ മിക്കവാറും ഫസ്റ്റ് ഷോ തന്നെ പോയി കാണുമായിരിക്കും മിക്കവാറും. കാരണം എൻ്റെ സ്വഭാവമാണത്. ഞാൻ ഈ ഫാൻ ഷോ
ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്കൊക്കെ പോകുന്ന ടൈപ്പ് ഓഫ് ആളാണ്. അപ്പോഴത്തേക്കും മിക്കവാറും ഇത് നല്ല രസമുണ്ട്. എന്തോ ഒരു വെറൈറ്റി ടോപ്പിക്കാണെന്ന് തോന്നുന്നു. സംതിങ് റിലേറ്റഡ് ടു ഇതൊക്കെ തന്നെ ആയിട്ടൊരു വേറിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പോയി ട്രെയിലർ കാണാം. നമ്മുടെ സ്വന്തം ഫാഫയുടെ ധൂമം ആൻഡ് കാന്താര KGF പ്രൊഡ്യൂസേഴ്സ്, അവർ ഫിലിം മേക്കേഴ്സാണ് വന്നേക്കുന്നത്. ആ മേക്കേഴ്സിൽ നിന്ന് നമുക്കൊരു മലയാളം ഇൻഡസ്ട്രിയിൽ കിട്ടുന്നൊരു ഫിലിമാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ഇത് കാണാം. ബൈ.